ഇല്ലില്ല, അത് അത്ര ഈസി. അതിന് അനുവാദമൊക്കെ മേടിക്കണം. ഇപ്പോൾ ലോട്ടർ ബ്രണ്ണനിലേക്ക് പോകുന്ന വഴിക്ക്, ഇന്റർലേക്കിൽ നിന്ന് പോകുന്ന വഴിക്ക് നോക്കുമ്പോൾ 2 ഇന്ത്യക്കാരാണോ എന്ന് ചോദിച്ചപ്പോൾ മലയാളികളാണെന്ന് പറഞ്ഞ അടിവാടുകാരനാണ്. പച്ച മലയാളി. ഇത് അടുത്ത ആള്. നിങ്ങൾ എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? മിലാനിലേക്ക് അവിടെ നിന്ന് പോകല്ലേ? ആ, നിങ്ങളപ്പോൾ റെൻ്റെക്കാർ എടുത്തേക്കാണത്? ഇത് എവിടെ നിന്ന് എടുത്തത്? സൂറിച്ചിൽ നിന്ന് എടുത്താണല്ലേ? ആ, ഇവിടെ പൊതുവിൽ റെൻ്റെക്കാരന് പൈസ കൂടുതലാണ്. റോം പൈസ കുറവാണ്. ഞാനങ്ങനെ പിന്നെ അവിടെ നിന്ന് കറങ്ങി ഇങ്ങനെ പോകുന്നതാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ബെൽജിയത്തിലാണ് പോകേണ്ടത്. ഞങ്ങൾ സുറിച്ചിലെടുത്തിട്ട് വണ്ടി എടുത്തിട്ട് നേരെ ഫ്രാൻസ് പിടിച്ച് അവിടെ നിന്ന് ബെൽജിയം കയറി പോകാനാണ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ മറ്റേ തെക്കേ ഭാഗം ഉണ്ടല്ലോ, ഈ ഇതിൻ്റെ അല്ല, എസ്റ്റോണിയ അല്ല, അങ്ങോട്ടും അല്ല, ജർമ്മനിയുടെ അത്രയും ദൂരം പോകില്ല. ജർമ്മനിയുടെ തെക്ക് ഭാഗമുണ്ട്, കുറച്ച് ബ്ലാക്ക് ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രസമുള്ള സ്ഥലമുണ്ട്. അവിടെ പിടിച്ച് പതുക്കെ താഴത്തോട്ട് ഇറങ്ങി മറ്റേ ഇൻസ്ബ്രക്ക് അല്ലല്ല അങ്ങോട്ട് പോകും. ഇൻസ്ബ്രക്കൊക്കെ വഴി തിരിച്ച് റോമിൽ കൊണ്ടുപോയി വണ്ടി കൊടുക്കും. എന്നിട്ട് ഒന്ന് ബൈ എയർ ഒന്ന് ഫ്രാൻസിലേക്ക് വന്ന് വിചാരിച്ചു, പാരീസ്. അല്ല, പാരീസിലേക്ക് യാത്ര മോശം. കാരണം ഞാനിപ്പോ ഇത്ര കറങ്ങിട്ട് പാരീസ് അല്ല, ബൈ എയറാണ് പോണത്. പാരീസ് യാത്ര വലിയ ഭംഗിയൊന്നും അല്ല, അത് ശരിയാണ്. ആ, അതെ. പാരീസ് ടൗൺ കാണാൻ അല്ല, ടൗൺ മാത്രം കാണുള്ളൂ. ടൗൺ ഒന്ന് കറങ്ങിയിട്ട് ഇല്ല. ലക്സംബർഗ് അടിപൊളി സ്ഥലമാണ്. ലക്സംബർഗ് കൊള്ളാം, ബെൽജിയം കൊള്ളാം. അല്ല, ഞാൻ ലക്സംബർഗും ബെൽജിയം ഒക്കെ ഇനി ഒരു അടുത്ത ട്രിപ്പാണ്. ഞാൻ തിരിച്ച് ഇനി റോമിൽ പോയിട്ട് പിന്നെ ബുഡാപെസ്റ്റിനാണ് തിരിച്ച് പോണത്, ഹംഗറിയിൽ നിന്ന്. വീട് നമുക്ക് നാട് തന്നെ വീട്, ലോകമേ തറവാട്. നമ്മൾ കറക്കപ്രാന്തനാണ്. ഞാൻ ഇങ്ങനെ കറക്കി നടക്കും ഇങ്ങനെ. ആരെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടാവാറുണ്ട് പൊതുവിൽ. അപ്പോൾ ആരെ കിട്ടില്ല. നിങ്ങളെ കൂടി പേരൊന്നും കൂടി പറഞ്ഞേക്ക്. ആഷിഖ്, ഷഫീർ, പല്ലാരിമംഗലത്തുകാരൻ, ഇരാറ്റുവട്ടക്കാരനും. ഇൻഷാ അല്ലാഹ്, കണ്ടതിൽ സന്തോഷം.